ഈ സോണിയാഗാന്ധി എന്തോ വിരട്ടിയെന്ന് തോന്നുന്നു. കെ സി വേണുഗോപാൽ ഇപ്പോൾ തരൂർ കോൺഗ്രസിൻ്റെ അവിഭാജ്യ ഘടകമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതായത് ഞങ്ങൾ 51 വെട്ടുവെട്ടി കൊലപ്പെടുത്തില്ല, ടി പി ചന്ദ്രശേഖരനെ ചെയ്ത പോലെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്നു. മനസ്സിലത്ര ഇഷ്ടം അല്ലെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ ആരുടെയോ പിന്തുണ കൊണ്ടാണെന്ന് വ്യക്തമാണ്. എങ്ങനെ കാണാം അതിനെ? 51 വെട്ടെന്തിനാണ് വെട്ടുന്നത്? ഒറ്റ വെട്ടുവെട്ടിയാൽ പോരെ? ശശി തരൂരിനെ ഒറ്റ വെട്ടിൽ തന്നെ ഇല്ലാതെയാക്കിയില്ലേ? രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള രാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ ഇന്ത്യ തീരുമാനിച്ച, നമ്മുടെ രാഷ്ട്രം തീരുമാനിച്ച പ്രതിനിധി സംഘത്തിലേക്ക് ശശി തരൂരിനെ വെക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതോടുകൂടി ആ ഒറ്റ വെട്ടിൽ തന്നെ ശശി തരൂരിനുള്ള സന്ദേശവും ശശി തരൂരിനെ കോൺഗ്രസ് എങ്ങനെ കാണുന്നു എന്നുള്ള നിലപാടും കോൺഗ്രസ് വ്യക്തമാക്കിയതില്ലേ? ഇപ്പോൾ ശശി തരൂർ അതിനുശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, ശശി തരൂർ വ്യക്തിപരമായി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ആൾ തന്നെയാണ് ഇപ്പോഴും. പക്ഷേ അദ്ദേഹം ഒരു MP എന്നുള്ള നിലക്കാണെങ്കിലും, അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രമുഖനായിട്ടുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗം എന്നുള്ള നിലക്കാണെങ്കിലും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കോൺഗ്രസിൻ്റെ നിലപാടുകൾ തന്നെയാണ്. പക്ഷെ രാജ്യത്തിന് അനുകൂലമായി ചിന്തിക്കേണ്ട ഒരു സമയത്ത് അദ്ദേഹം രാജ്യത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. സർക്കാർ തീരുമാനിക്കുന്ന സമിതിയിലേക്ക് അദ്ദേഹം അംഗമാവുകയും അതിനെ ലീഡ് ചെയ്യാൻ തയ്യാറാവുകയും അതിന് ഒപ്പം നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ നിലപാട് പറയാൻ എനിക്കൊരു മടിയുമില്ല എന്ന് തുറന്നു പറയുകയും ചെയ്തൊരു രാഷ്ട്രീയ നേതാവാണ് ശ്രീ ശശി തരൂർ. അത് തന്നെയാണ് ശ്രീ AK ആൻ്റണിയും പഹൽഗാം വിഷയമുണ്ടായതിനു ശേഷം അദ്ദേഹം എടുത്ത നിലപാടുമൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ നിലപാടുകൾ ശരിയല്ല എന്ന് അവർ സ്വീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ശ്രീ KC വേണുഗോപാൽ 51 വെട്ടുവെട്ടി കൊന്നില്ല എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തിൻ്റെ കണ്ണിൽ നിന്നുകൊണ്ടാണ്. കോൺഗ്രസ്സുകാർ തിരിച്ചാണ് ചെയ്യുന്നത്. അവരൊരാളെ തന്നെ ഇല്ലാതെയാക്കുന്നത് രാഷ്ട്രീയപരമായി ഇല്ലാതെയാക്കാനുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ്. ശശി തരൂരിനെ കോൺഗ്രസ് എന്താക്കണമെന്നോ അല്ലെങ്കിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നുള്ള തീരുമാനിക്കേണ്ടത് അവരുടെ പാർട്ടിയാണ് സ്വാഭാവികമായും. പക്ഷേ അദ്ദേഹത്തിന് ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള അസൈൻമെൻറ്റ് അത് അദ്ദേഹം ഏറ്റെടുക്കുന്നു, അദ്ദേഹം അതുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത്, അതിനുശേഷം നടന്നിട്ടുള്ള അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അക്സെപ്റ്റൻസ്, സർക്കാർ കൊടുക്കുന്ന അംഗീകാരം, അത് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വിരൽ പിടിപ്പിക്കുന്നൊരു സാഹചര്യമാണുള്ളത്. കാരണം അദ്ദേഹം കോൺഗ്രസിൻ്റെ നിലപാടുകൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് ചില നിലപാടുകൾ സ്വീകരിക്കുന്നു. ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം രാവിലെയാണ് ശ്രീ ശശി തരൂർ പറഞ്ഞത്, എന്നെ നിലമ്പൂരിൽ പ്രചരണത്തിന് വിളിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ഒറ്റ വെട്ടിയത്. ശശി തരൂരിനെ ഇനി മുതൽ ഒരു പരിപാടിയിലും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു മേഖലയിലും അദ്ദേഹത്തെ അടുപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ തീരുമാനിച്ചതിന് ശേഷം ഞങ്ങൾ കൊല്ലില്ല എന്ന് പറഞ്ഞാൽ അത് ഏത് തരത്തിലുള്ള നിലപാടാണ്, രാഷ്ട്രീയ നിലപാടാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ഇപ്പോൾ റഷ്യയിലേക്കുള്ള സന്ദർശനം സംബന്ധിച്ച് രഹസ്യാത്മകമായി അദ്ദേഹം പോവുകയാണ്. മറ്റേത് ആദ്യം അദ്ദേഹം കോൺഗ്രസിനോട് അഭിപ്രായം പറയാനൊക്കെ പോയി, പക്ഷേ അവിടെ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് എല്ലാം നെഗറ്റീവായിരുന്നു. അപ്പോൾ ഡൽഹിയിൽ എത്തിയ ശേഷമാണ് അദ്ദേഹം ബ്രിട്ടനിലേക്ക് തിരിച്ചത്. ഗ്രീസിലേക്കും പോകുമെന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. ഏകദേശം 15 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സന്ദർശനമാണ്. മിക്ക യാത്രകളും സമൂഹ മാധ്യമങ്ങളിൽ വെളിപ്പെടുത്തുന്ന തരൂർ റഷ്യ സന്ദർശനം സംബന്ധിച്ച് ഇതുവരെ പോസ്റ്റൊന്നും ചെയ്തിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂർ പ്രതിനിധി സംഘത്തെ നയിച്ച തരൂർ കേന്ദ്ര സർക്കാരിൻ്റെ ആവശ്യപ്രകാരമാണ് വീണ്ടും വിദേശയാത്ര നടത്തുന്നത്. എന്നാൽ ഇക്കാര്യം കേന്ദ്ര സർക്കാരോ തരൂരും സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പോൾ തരൂർ രണ്ടും കൽപ്പിച്ച് തന്നെ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ല, ശ്രീ ശശി തരൂരിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അദ്ദേഹം പല ഘട്ടങ്ങളിലായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് അദ്ദേഹം AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞ നിലപാട് എന്താണ്? കോൺഗ്രസിൽ ഒരു ഏകാധിപത്യ സംവിധാനം നിലനിൽക്കുന്നു, കോൺഗ്രസിൽ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, കോൺഗ്രസ് ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമാണ് എന്ന് തോന്നുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ജനാധിപത്യ പ്രക്രിയ തിരിച്ചു കൊണ്ടുവരാനാണ് ഞാൻ മത്സരിക്കുന്നത് എന്ന നിലപാട് സ്വീകരിച്ച ആളാണ് ശ്രീ ശശി തരൂർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കോൺഗ്രസിനകത്തുള്ള ഏകാധിപത്യ പ്രവണതക്കും കോൺഗ്രസിനകത്ത് നടക്കുന്ന തെറ്റായ രാഷ്ട്രീയ നടപടികൾക്കും അവരുടെ സംഘടനാപരമായിട്ടുള്ള നടപടികൾ അതിനെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തുറന്ന യുദ്ധപ്രഖ്യാപനമായിരുന്നു. അതിൽ അദ്ദേഹത്തിന് ഒരു കൺസിഡറബിൾ നമ്പറായി വോട്ടുകൾ ശേഖരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തെ തന്നെ ഞെട്ടിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ ശശി തരൂരിന് അനുകൂലമായി, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്ക് അനുകൂലമായി, അത് വ്യക്തിപരമാണ് എന്നുള്ളതല്ല, കോൺഗ്രസിനകത്ത് ആ തരത്തിൽ അഭിപ്രായം രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന നിരവധി ആളുകൾ, നിരവധി പ്രവർത്തകർ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട അവരുടെ സ്ഥാനങ്ങളിലിരിക്കുന്ന ഭാരവാഹികൾ അവർ അതിന് തയ്യാറാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഈ വിഷയത്തിലെടുക്കുന്ന നിലപാടുകൾ
ഏകാധിപത്യപരമായിട്ടുള്ളതാണ് എന്നുള്ളതാണ്. അപ്പോൾ ശ്രീമതി ഇന്ദിരാഗാന്ധി ആണെങ്കിലും ഒക്കെ അവരുടെ ഭരണകാലഘട്ടങ്ങളിൽ അവരെടുത്തിട്ടുള്ള നിലപാടുകൾ, അവർ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലിരുന്ന കാലഘട്ടത്തിൽ അവരെടുത്തിട്ടുള്ള നിലപാടുകൾ, എത്രയോ ദേശീയ നേതാക്കന്മാരെ, കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കന്മാരെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കിയാലാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി. രാജ്യത്ത് പൊതുവായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങളുടെ എല്ലാ ജനാധിപത്യ അവകാശങ്ങളെയും തകർത്ത് കളഞ്ഞ ഒരു ഭരണ സംവിധാനത്തിന് നേതൃത്വം കൊടുത്താലാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി. അവരുടെ ഭരണ നേട്ടങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഭരണ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അതൊക്കെ രണ്ടാമത്തെ വിഷയമാണ്. പക്ഷേ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ സ്വീകരിക്കേണ്ട അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ള സംവിധാനത്തിനും ജനാധിപത്യപരമായിട്ടുള്ള നടപടിക്രമങ്ങൾക്കും വിഘാതം നിന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിനകത്ത് ആ തരത്തിൽ സത്യസന്ധമായിട്ടുള്ളൊരു അഭിപ്രായ പ്രകടനം നടത്താൻ ഒരാൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ആ ആൾക്ക് നിലനിൽക്കാൻ കഴിയുക ഒരു പ്രസ്ഥാനത്തിനകത്ത്? അപ്പോൾ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയോടൊപ്പം എത്ര കാലം ശശി തരൂരിനെ പോലെ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. അദ്ദേഹം ഇപ്പോൾ എടുക്കുന്ന നിലപാടുകൾ, അദ്ദേഹത്തിന് ഗവൺമെൻറ് അസൈൻ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ചുമതലകൾ, അതല്ലെങ്കിൽ അദ്ദേഹത്തിനോട് അഭിപ്രായം തേടുന്ന അദ്ദേഹവുമായി ചേർന്നുകൊണ്ട് സർക്കാർ മുന്നോട്ട് വെക്കുന്ന ചില പ്രധാനപ്പെട്ട അസൈൻമെൻറ്റുകൾ, അതെല്ലാം അദ്ദേഹം പൂർത്തിയാക്കുന്നു എന്നുള്ളതാണ്. അത് ഈ രാജ്യത്തിന് വേണ്ടിയാണെന്ന് ശ്രീ ശശി തരൂർ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് സർക്കാർ കാണുന്നതും. സർക്കാർ കാണുന്നത് വ്യത്യസ്തമായിട്ടുള്ള നിലപാടിൻ്റെ ഭാഗമായിട്ടല്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളാണെങ്കിലും അവർ ഈ രാജ്യത്തിൻ്റെ നിലപാട് ലോകത്തിനോട് പറയാൻ തയ്യാറായിട്ടുള്ള ഒരു നിലപാടിലേക്ക് എത്തണം എന്നുള്ള സർക്കാരിൻ്റെ നിലപാട് അത് ശശി തരൂർ അംഗീകരിക്കുന്നു. അത് കോൺഗ്രസിന് പിടിക്കുന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസ് അതിന് പകരം ചെയ്യുന്നത് ശശി തരൂരിനെ വ്യക്തിപരമായി ആക്രമിക്കുക, ശശി തരൂരിനെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയപരമായി ഇല്ലാതെയാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിപ്പോൾ ശശി തരൂരിന് കോൺഗ്രസ് എന്ത് ചുമതല കൊടുക്കണം എന്നുള്ളതോ കോൺഗ്രസ് ഏത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളതോ ഒക്കെ അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ്. പക്ഷേ പൊതുസമൂഹത്തെ സംബന്ധിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുന്നതിൽ, അതല്ലെങ്കിൽ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള ഈ രാജ്യത്തിന് അനുകൂലമായി ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിൽ ആ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വം തയ്യാറാകുന്നില്ല എന്നുള്ളത് ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. തീർച്ചയായും അതാണ് കോൺഗ്രസ് ഈ പറഞ്ഞ ലിസ്റ്റിൽ പോലും ഇത്തരത്തിലുള്ള അവിടേക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് വിടുന്ന ലിസ്റ്റിൽ പോലും അദ്ദേഹത്തിൻ്റെ പേര് ഉൾപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ആരും ഒരു നല്ല വാക്ക് പറയുകയോ ഒന്നും ചെയ്തില്ല. അതുമാത്രമല്ല, നിലമ്പൂരേക്ക് തന്നെ ആരും വിളിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു കല്യാണമൊന്നും അല്ലല്ലോ വിളിച്ചു കൊണ്ടുപോകാൻ എന്ന രീതിയിൽ ഒരു വല്ലാത്തൊരു അദ്ദേഹത്തോട് കാണിക്കുന്ന ഒരു അസഹിഷ്ണുത അതിൽ നിന്ന് വ്യക്തമാണ്. അല്ല, അത് ഇപ്പോൾ വിദേശ യാത്രകൾ കഴിഞ്ഞതിന് ശേഷം പ്രതിനിധി സംഘം വന്നു. ആ പ്രതിനിധി സംഘം വന്ന മുഴുവൻ പ്രതിനിധികളുമായി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അദ്ദേഹം അവരെ വിളിച്ച് അവരുടെ അഭിപ്രായങ്ങൾ തേടി ആ രാജ്യങ്ങളിൽ പോയ സമയത്ത് അവരുടെ അനുഭവങ്ങളെ സംബന്ധിച്ച് അവർ ചർച്ചകൾ നടത്തി. 2-3 മണിക്കൂർ സമയം അദ്ദേഹം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പ്രതിനിധികളുമായി സമയം കണ്ടെത്തുകയും അതിൻ്റെ നിലപാടുകൾ വിശദീകരിക്കുകയൊക്കെ ചെയ്തതാണ്, നാം എല്ലാം കണ്ടതാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലക്ക് ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധി ഈ വിഷയം കോൺഗ്രസിൽ നിന്ന് അവതരിപ്പിക്കാൻ പോയ ആളുകളുമായി ചർച്ച നടത്തിയിട്ടുണ്ടോ? അതിൽ രാഹുൽ ഗാന്ധി ശശി തരൂരിനെ കണ്ട് അദ്ദേഹം പോയ സമയത്തുണ്ടായ അഭിപ്രായങ്ങളെ സംബന്ധിച്ചോ നിലപാടുകളെ സംബന്ധിച്ചോ ലോകരാജ്യങ്ങളുടെ നിലപാടുകളെ സംബന്ധിച്ചോ അദ്ദേഹം ഒരു അസസ്മെൻറ്റ് നടത്താൻ, ഇവിടെ അഭിപ്രായം പറഞ്ഞില്ലെങ്കിലും ആ രാജ്യത്തിൻ്റെ നമ്മളോടുള്ള നിലപാട് ഇതാണ് എന്ന് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലക്ക് മനസ്സിലാക്കി വെക്കാനുള്ളൊരു അസസ്മെൻ്റ് ഉണ്ടല്ലോ, ആ അസസ്മെൻറ്റ് നടത്താനെങ്കിലും രാഹുൽ ഗാന്ധി തയ്യാറാകണ്ടേ? അങ്ങനെ തയ്യാറാകണമെങ്കിൽ ശശി തരൂരിനെ കണ്ട് സംസാരിക്കണ്ടേ? അപ്പോൾ രാഹുൽ ഗാന്ധി ആ തരത്തിൽ മറ്റു രാജ്യങ്ങളിലേക്ക് പോയ പ്രതിനിധികളെ മുഴുവൻ കണ്ടില്ലെങ്കിലും ശശി തരൂരിനെ പോലെ അതല്ലെങ്കിൽ അവരുടെ സംഘത്തിൽ പോയിട്ടുള്ള ആളുകളെ കണ്ട് അഭിപ്രായങ്ങൾ തേടുമ്പോൾ ശശി തരൂരിനെ കൂടി ഉൾപ്പെടുത്തണ്ടേ? അങ്ങനെ ഒരു അഭിപ്രായം സ്വീകരിച്ചതായി ചർച്ച നടത്തിയതായി നമ്മളൊന്നും പൊതുമധ്യത്തിൽ പൊതുസമൂഹത്തിലുള്ള മാധ്യമങ്ങളിൽ കണ്ടിട്ടില്ല. രഹസ്യമായി നടത്തിയിട്ടുണ്ടോ നമുക്കറിയില്ല. അപ്പോൾ പൊതു അഭിപ്രായത്തിൻ്റെ ഭാഗമായി ജനാധിപത്യ പ്രക്രിയയിൽ ഒരു നിഷേധാത്മക നിലപാടാണ് ഈ കാര്യങ്ങളോട് കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.